നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് 11th ഓർഗാനിക് ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. ഇതിൽ 2009 ഒരു ക്വസ്റ്റ്യൻ നോക്കുക. 2009 ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാനിവിടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. IUPAC നെയിം ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ്. ഇവിടെ 4 കോമ്പൗണ്ട്സ് വന്നിട്ട് അതിൻ്റെ IUPAC നെയിം എഴുതാൻ പറഞ്ഞിരിക്കുക. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതിലെ ലോങ്സ്റ്റ് കണ്ടിന്യൂസ് ചെയിൻ സെലക്ട് ചെയ്യുക എന്നുള്ള ഏറ്റവും വലിയ ചെയിൻ സെലക്ട് ചെയ്താ. ഇതാണ് ഏറ്റവും വലിയ ചെയിൻ. ക്ലിയർ അല്ലേ? എന്നിട്ട് ലോവസ്റ്റ് ലൊക്കാൻഡ് റൂൾ അപ്ലൈ ചെയ്യാം. അതായത് ഫസ്റ്റ് ബ്രാഞ്ചിൽ ലോവസ്റ്റ് നമ്പർ വരണം. മക്കൾ പറഞ്ഞേ ഫസ്റ്റ് ബ്രാഞ്ച് ഫസ്റ്റ് നോക്കി ബ്രാഞ്ചിൽ കൗണ്ട് ചെയ്യാണ്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് കൗണ്ട് ചെയ്യുക. 1 2 രണ്ടാമത്തെ പൊസിഷനാണ് ഫസ്റ്റ് ബ്രാഞ്ച് ഉള്ളത്. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ഇനി റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കൺസിഡർ ചെയ്യുന്ന സമയത്ത് 1 2 3 തേർഡ് പൊസിഷനിലാണ് ഫസ്റ്റ് ബ്രാഞ്ച് വരുന്നത്. ലോവസ്റ്റ് ലൊക്കാൻഡ് റൂൾ, അതായത് ലോവസ്റ്റ് നമ്പറിൽ വരുന്ന ഫസ്റ്റ് ലൊക്കാൻഡ് ആരാ? ഇതാ സെക്കൻഡിലാണ് വരുന്നത് അല്ലേ? 1 ഇവിടെ നിന്ന് ഇങ്ങോട്ട് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്ന സമയത്ത് രണ്ടാമത്തെ പൊസിഷനാണ് ഒരു ബ്രാഞ്ചുള്ളത്. തിരിച്ച് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് വരുന്ന സമയത്ത് മൂന്നാമത്തെ പൊസിഷനിലാണ് ബ്രാഞ്ച്. അപ്പം ഞാൻ എവിടെ നിന്ന് എങ്ങോട്ട് സെലക്ട് ചെയ്തു? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് 1 2 3 4 5 6. റെഡി അല്ലേ? 6. ടോട്ടലി 6 കാർബൺ ഉള്ളത് കൊണ്ട് ഇതിനെ വിളിക്കുക ഹെക്സെയിൻ. എന്താ വിളിക്കുക? ഹെക്സെയിൻ. 6 കാർബൺ. സോ ഇറ്റ്സ് നോൺ ആസ് ഹെക്സെയിൻ. റെഡി അല്ലേ? ഓക്കെ. ഇനി രണ്ടാമത്തെ പൊസിഷനിലും നാലാമത്തെ പൊസിഷനിലും ആരുണ്ട്? മീഥൈൽ. സോ വി ക്യാൻ റൈറ്റ് 2,4 dimethyl hexane. റെഡി അല്ലേ? Always start with a capital letter. 2 numbers are separated by comma. Number and word are separated by hyphen. 2 നമ്പറുകൾ തമ്മിൽ കോമ, നമ്പറും വേർഡും ഹൈഫൺ, സ്റ്റാർട്ട് വിത്ത് ക്യാപിറ്റൽ ലെറ്റർ. അപ്പോൾ ടോട്ടലി 6 കാർബൺ ഉള്ളതുകൊണ്ട് ഇതിനെ ഹെക്സൈൻ എന്ന് വിളിച്ചു. 2,4 ഡൈമീഥൈൽ. ക്ലിയർ ആണേ? അടുത്ത മെയിൻ ആയിട്ട് നിങ്ങൾ നോക്കിയാൽ ഈ ചാപ്റ്ററിലെ മെയിൻ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ IUPAC നോമൻക്ലേച്ചർ ആണ്. ഇപ്പോൾ അത് നോക്കാം. ഇതാ അടുത്ത IUPAC നോമൻക്ലേച്ചർ 1 2 3 4 5 6. ഓക്കെ, ഏറ്റവും വലിയ ചെയിൻ എടുക്കുക. 1 2 3 4 5. ഓക്കെ, ഇതാണ് ഏറ്റവും വലിയ ചെയിൻ. റെഡിയാണേ? ഇനി ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് പറയുന്നത് നന്നായിട്ട് ശ്രദ്ധിച്ചോ. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്ന സമയത്ത് രണ്ടാമത്തെ പൊസിഷനിൽ മീഥൈൽ. ക്ലിയർ? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് വരുന്ന സമയത്ത് രണ്ടാമത്തെ പൊസിഷനിൽ ക്ലോറിൻ. എന്ന് പറഞ്ഞേ, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്ന സമയത്ത് രണ്ടാമത്തെ പൊസിഷനിൽ മീഥൈൽ. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് വരുന്ന സമയത്ത് രണ്ടാമത്തെ പൊസിഷനിൽ ക്ലോറിൻ. ഇവിടെ 2 മീഥൈലുണ്ട്, ഇവിടെ 2 ക്ലോറിനുണ്ട്. രണ്ട് ബ്രാഞ്ചും രണ്ടാമത്തെ പൊസിഷനിൽ തന്നെയാണുള്ളത്. പൊസിഷൻ 2 സെയിം, നമ്പർ 2 സെയിമാ. ഇവിടെയും 2 നമ്പർ, ഇവിടെയും 2 നമ്പർ. ഏത് സെലക്ട് ചെയ്യും? ആൽഫബറ്റിക്കൽ ഓർഡർ. മീഥൈലാണോ ക്ലോറോ ആണോ ഫസ്റ്റ് വരിക? ക്ലോറോ അല്ലേ? ABCC അല്ലേ ഫസ്റ്റ് വരിക? അപ്പോൾ അതിന് പ്രയോറിറ്റി. അപ്പോൾ അതിന് ലോവസ്റ്റ് നമ്പർ കിട്ടുന്ന രീതിയിൽ നമ്പർ ചെയ്യുക. ആർക്ക്? ക്ലോറിൻ. ക്ലോറിൻ ഫങ്ഷണൽ ഗ്രൂപ്പ് ആയതുകൊണ്ടല്ല, ക്ലോറിൻ ബ്രാഞ്ച് തന്നെയാണ്. ക്ലോറിൻ ഒരു ബ്രാഞ്ച് തന്നെയാണ്. ക്ലോറോ എന്ന് പറഞ്ഞാൽ ബ്രാഞ്ചാണ്, ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ല. അപ്പോൾ രണ്ടാമത്തെ പൊസിഷനിൽ മീഥൈലുണ്ട്, രണ്ടാമത്തെ പൊസിഷനിൽ ക്ലോറോ ഉണ്ട്. അപ്പോൾ ആർക്ക് ലോവസ്റ്റ് നമ്പർ? ക്ലോറിൻ ലോവസ്റ്റ് നമ്പർ. ഇവിടെ നിങ്ങോട്ട് 1 2 3 4 5. അപ്പോൾ എന്ത് വരും? 2 ക്ലോറോ 4 മീഥൈൽ പെൻറ്റീൻ. 5 കാർബൺ അല്ലേ എന്ന് പറഞ്ഞേ? 2 ക്ലോറോ. മക്കൾ പറഞ്ഞേ 2 ക്ലോറോ 4 മീഥൈൽ പെൻറ്റീൻ. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് ഇതാ നോക്കിയേ. ഡബിൾ ബോണ്ട് ഉണ്ട്, ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്. നിന്നെ ഞാൻ പഠിപ്പിച്ചു. ആർക്കാ പ്രയോറിറ്റി? ഫങ്ഷണൽ ഗ്രൂപ്പിന് പ്രയോറിറ്റി. ആർക്കാ പ്രയോറിറ്റി? ഫങ്ഷണൽ ഗ്രൂപ്പിന് പ്രയോറിറ്റി. അപ്പം എങ്ങനെയാ ചെയ്യുക? 1 1 2 3 4
5 6 1 2 3 4 5 6 അപ്പം എങ്ങനെ വരും സൈക്ലോ ഹെക്സ് എത്ര ഈനുള്ളത് സൈക്ലോ ഹെക്സ് 2 ഈൻ ശരിയല്ലേ റെഡിയല്ലേ സൈക്ലോ ഹെക്സീനല്ലേ സൈക്ലോ ഹെക്സ് 2 ഈൻ രണ്ടാമത്തെ പൊസിഷൻ ഡബിൾ ബോണ്ട് 2 ഈൻ ഓൾ OH ഫംഗ്ഷൻ OH ഗ്രൂപ്പ് വന്നാൽ ഓൾ അപ്പം എങ്ങനെ വരിക ഓൾ 1 ഓൾ പറയില്ല ഓൾ പറഞ്ഞാൽ മതി ഇതിനെ വിളിക്കുക വേർഡ് റൂട്ട് ഇതിനെ വിളിക്കുക പ്രൈമറി സഫിക്സ് ഇതിനെ വിളിക്കുക സെക്കൻഡറി സഫിക്സ് ശരിയല്ലേ ഈ കാർബണിൻ്റെ എണ്ണം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വേർഡ് റൂട്ട് എയിൻ ഈൻ ഐൻ അതാണ് പ്രൈമറി സഫിക്സ് അത് കഴിഞ്ഞ് ഫങ്ഷണൽ ഗ്രൂപ്പിനെ നോട്ട് ചെയ്യുന്ന സഫിക്സിനെ വിളിക്കുക സെക്കൻഡറി സഫിക്സ് ഈ സെക്കൻഡറി സഫിക്സ് സ്റ്റാർട്ട് വിത്ത് എ ഇ ഐ ഒ യു ഓർ വൈ drop E from primary suffix. So the name is cyclohex 2 ene all. Right? അടുത്തത് ഒരു IUPAC നെയിം തന്നിട്ടുണ്ട് അതിൻ്റെ സ്ട്രക്ചർ ഏതാണ് 2009 ഫസ്റ്റ് 3 മാർക്ക് 4 മാർക്ക് ഓക്കെ 4 മാർക്ക് ക്വസ്റ്റ്യൻ കേട്ടോ ആദ്യത്തെ 3 3 മാർക്കും ഇതിന് 1 മാർക്ക് 4 മാർക്കുണ്ട് അത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക മെയിനായിട്ടും IUPAC നെയിമാണ് എല്ലാ വർഷവും ചോദിക്കുന്നത് പെൻഡ് 4 ഈൻ 2 ഓൾ പെൻഡ് എന്ന് പറഞ്ഞാൽ 5 കാർബൺ ഇതാണ് ആഹാ 5 എഴുതിയോ ഓക്കെ പെൻഡ് 2 ഓൾ രണ്ടാമത്തെ പൊസിഷൻ ഓൾ OH അതിലെ ഇനി എത്രയല്ല 4 ഈൻ 1 2 3 4 4 ഈൻ റൈറ്റ് പെൻഡ് 4 ഈൻ 2 ഓൾ കാർബണിൻ്റെ ബാലൻസ് ഫില്ല് ചെയ്യുക ഇവിടെ 2 ബോണ്ടാണ് ബാക്കി 2 ഹൈഡ്രജൻ ഇവിടെ 2 1 3 ബോണ്ട് 1 ഹൈഡ്രജൻ ഇവിടെ 2 ബോണ്ട് 2 ഹൈഡ്രജൻ ഇവിടെ 1 ഹൈഡ്രജൻ ഇവിടെ എത്രയാ 3 ഓക്കെ അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓവർ ഇനി നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് 2009 സെയിലെ ക്വസ്റ്റ്യൻ ആണ് വിച്ച് ടൈപ്പ് ഓഫ് ഹൈബ്രിഡൈസേഷൻ ഈച്ച് കാർബൺ ആറ്റം ഇൻ ദ കോമ്പൗണ്ട് ക്വസ്റ്റ്യൻ ഇതാണ് 2009 സെയിലാണ് റൈറ്റ് ദി ടൈപ്പ് ഓഫ് ഹൈബ്രിഡൈസേഷൻ ഈച്ച് കാർബൺ ആറ്റം ഇൻ ദ കോമ്പൗണ്ട് തന്നിട്ടുണ്ട് ഇതിൽ ഓരോ കാർബണിൻ്റെയും ഹൈബ്രിഡൈസേഷൻ ഏതാണ് പറഞ്ഞിരിക്കുന്നത് CH ഡബിൾ ബോണ്ട് CH C ട്രിപ്പിൾ ബോണ്ട് N ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇതിൽ ഓരോ കാർബണിൻ്റെയും ഹൈബ്രിഡൈസേഷൻ ഏതാണ് പറഞ്ഞിരിക്കുന്നത് ഒരു കാർബണ് ചുറ്റും 4 സിഗ്മ ബോണ്ട് ആണെങ്കിൽ നിനക്കറിയാം അത് sp3 ആണ് 3 സിഗ്മ ബോണ്ട് ആണെങ്കിൽ sp2 ആണ് 2 സിഗ്മ ബോണ്ട് ആണെങ്കിൽ sp ആണ് 4 ആണെങ്കിൽ sp3 3 ആണെങ്കിൽ sp2 2 ആണെങ്കിൽ sp ഓക്കെ നോക്കാം ഈ കാർബണ് ചുറ്റും 4 സിഗ്മ ബോണ്ട് ആണ് സോ ഇറ്റ് ഈസ് sp3 ഈ കാർബണ് ചുറ്റും 4 ബോണ്ട് ഉണ്ട് അത് ശരി തന്നെ 4 ബോണ്ട് ഉണ്ട് അതിൽ 1 പൈ ബോണ്ടാണ് ഡബിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സിഗ്മ ബോണ്ടും ഒരു പൈ ബോണ്ടും ഈ ഒരു കാർബണിന് ചുറ്റും എപ്പോഴും 4 ബോണ്ട് ഉണ്ടാവും ഇതിൽ 1 പൈ ബോണ്ടാ അപ്പോൾ എത്ര സിഗ്മ ബോണ്ട് 3 1 2 3 1 പൈ ബോണ്ട് സോ ഇറ്റ് ഈസ് sp2 ഈ കാർബണിന് ചുറ്റും 4 ബോണ്ട് ഉണ്ട് അതിൽ 3 സിഗ്മയാണ് 1 പൈ ആണ് സോ ഇറ്റ് ഈസ് sp2 റൈറ്റ് ഈ കാർബണേറ്റും 1 2 3 4 ബോണ്ട് ഉണ്ട് പക്ഷേ 2 സിഗ്മയേ ഉള്ളൂ ട്രിപ്പിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സിഗ്മയും 2 പൈയും മൊത്തം 4 ബോണ്ട് അതിൽ 2 പൈ ബോണ്ട് ആണെങ്കിൽ 2 സിഗ്മ ബോണ്ട് 2 പൈ ബോണ്ട് ആണെന്ന് എങ്ങനെ മനസ്സിലായി ട്രിപ്പിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സിഗ്മയും 2 പൈയും സോ ഇറ്റ് ഈസ് sp ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞല്ലോ ഇതായത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അതിൽ എന്ത് പറഞ്ഞിരിക്കുക ഓരോ കാർബണിൻ്റെയും ഹൈബ്രിഡൈസേഷൻ പറഞ്ഞിരിക്കുകയാണ് ഓക്കെ 2009 സെയിലാണ് അതിൻ്റെ കൂടെ ഒരു ടെസ്റ്റ് ഉണ്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് എക്സ്പ്ലെയിൻ ദ കെമിസ്ട്രി ഓഫ് ലെസൈൻസ് ടെസ്റ്റ് ഫോർ ഡിറ്റക്ഷൻ ഓഫ് നൈട്രജൻ ആൻഡ് ക്ലോറിൻ ഇൻ എൻ ഓർഗാനിക് കോമ്പൗണ്ട് അത് നൈട്രജനെ ഡിറ്റക്ട് ചെയ്യാനുള്ള ടെസ്റ്റാണ് നൈട്രജനെയും ക്ലോറിനെയൊക്കെ ഡിറ്റക്ട് ചെയ്യാനുള്ള ടെസ്റ്റാണ് ലെസൈൻസ് ടെസ്റ്റ് അല്ലേ കെമിസ്ട്രി ഓഫ് ലെസൈൻസ് ടെസ്റ്റാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഒന്നുമില്ല ഗിവൺ ഓർഗാനിക് കോമ്പൗണ്ടിൽ നൈട്രജൻ ഉണ്ടോ
സൾഫർ ഉണ്ടോ ഹാലോജൻ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് ലെസൈൻസ് ടെസ്റ്റ്. ആദ്യം ഞാൻ ലെസൈൻസ് എക്സ്ട്രാക്റ്റ് എങ്ങനെ ഉണ്ടാക്കുക എന്ന് പറയാം. എങ്ങനെ ലെസൈൻസ് എക്സ്ട്രാക്റ്റ് പ്രിപ്പയർ ചെയ്യാം എന്ന് പറയാം. 1 gram ഓർഗാനിക് കോമ്പൗണ്ട് ഒരു ഫ്യൂഷൻ ട്യൂബിലേക്ക് എടുക്കുക. ഒരു ട്യൂബിലേക്ക് 1 gram ഓർഗാനിക് കോമ്പൗണ്ട് എടുക്കുക. അതിലേക്ക് സോഡിയം ആഡ് ചെയ്യുക. സോഡിയം എന്നിട്ട് ആ ട്യൂബിനെ നന്നായിട്ട് ചൂടാക്കുക. നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ റെഡ് ഹോട്ടാവുന്നവരെ ചൂടാക്കുക. എന്നിട്ട് ആ ട്യൂബ് ഒരു ബീക്കറിൽ 10 ml വാട്ടർ എടുത്ത് അതിലേക്ക് ഡ്രോപ്പ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഇളക്കിയാൽ ട്യൂബ് പൊട്ടും. ട്യൂബ് പൊട്ടിപ്പോകുന്ന ട്യൂബാണ്. അതാണ് ഫ്യൂഷൻ ട്യൂബ്. ഫ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ട്യൂബാണ്. അപ്പോൾ സപ്പോസ് നമുക്ക് തന്ന കോമ്പൗണ്ടിൽ നൈട്രജൻ ഉണ്ടെങ്കിൽ അത് സോഡിയം സയനൈഡായി മാറും. സോഡിയം സയനൈഡ്. സൾഫർ ഉണ്ടെങ്കിൽ നൈട്രജൻ ഉണ്ടെങ്കിൽ സോഡിയം സയനൈഡും, സൾഫർ ഉണ്ടെങ്കിൽ സോഡിയം സൾഫൈഡും, ഹാലോജൻ ഉണ്ടെങ്കിൽ സോഡിയം ഹാലൈഡായി മാറിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒരു ഫ്യൂഷൻ ട്യൂബിൽ ഓർഗാനിക് കോമ്പൗണ്ട് എടുത്തു. ചെറിയ ട്യൂബാണ്, ഒരു 3 cm വലിപ്പമുള്ള ഒരു ട്യൂബാണത്. അതിലേക്ക് ഓർഗാനിക് കോമ്പൗണ്ട് എടുത്തു. എന്നിട്ട് റെഡ് ഹോട്ട് സോഡിയം ആഡ് ചെയ്തിട്ട് റെഡ് ഹോട്ടാവുന്നവർ ചൂടാക്കി. എന്നിട്ട് ഡ്രോപ്പ് ഇൻ ടു എ ബീക്കർ കണ്ടെയ്നിങ് 10 ml വാട്ടർ. സ്റ്റിറർ വെൽ നന്നായിട്ട് സ്റ്റിർ ചെയ്തു. ആൻഡ് ഫിൽറ്റർ. ആ ഫിൽട്രേറ്റ് ആണ് അറിയപ്പെടുന്നത് സോഡിയം ഫ്യൂഷൻ. ആ വരുന്ന ലിക്വിഡ് ഇല്ലേ, ബാക്കിയുള്ള ടെസ്റ്റ് ട്യൂബിൻ്റെ പൊടിയും ആ ഫിൽറ്റർ പേപ്പറിൽ ഒഴിവാക്കും. ബാക്കി ആ സൊല്യൂഷനാണ്, ഫിൽട്രേറ്റ് ആണ് എന്താ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ്. സപ്പോസ് നിനക്ക് തന്ന കോമ്പൗണ്ട് നൈട്രജൻ ഉണ്ടെങ്കിൽ സോഡിയം സയനൈഡായി മാറിയിട്ടുണ്ടാവും. ക്ലോർ ഉണ്ടെങ്കിൽ സോഡിയം ഹാലൈഡായി മാറിയിട്ടുണ്ടാവും. സൾഫർ ഉണ്ടെങ്കിൽ സോഡിയം സൾഫൈഡായി മാറിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. നൈട്രജൻ ഉണ്ടെങ്കിൽ എങ്ങനെ ടെസ്റ്റ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. നൈട്രജൻ ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത് 1 ml എക്സ്ട്രാക്റ്റ് എടുക്കുക. 1 ml എക്സ്ട്രാക്റ്റ്. അതിലേക്ക് ഫ്രഷ്ലി പ്രിപ്പയർഡ് ഫെറസ് സൾഫേറ്റ് ആഡ് ചെയ്യാം. 1 ml എക്സ്ട്രാക്റ്റിലേക്ക് ഫ്രഷ്ലി പ്രിപ്പയർഡ് ഫെറസ് സൾഫേറ്റ് ആഡ് ചെയ്യും. ലിറ്റിൽ ഫെറിക് ക്ലോറൈഡ്, കുറച്ച് ഫെറിക് ക്ലോറൈഡും ആഡ് ചെയ്യും. അസിഡിഫൈ ചെയ്യുക. ആസിഡ് ഉപയോഗിച്ച് അസിഡിഫൈ ചെയ്താൽ നിനക്ക് പ്രഷ്യൻ ബ്ലൂ കളർ ഫോം ചെയ്യും. ഫെറിക് ഫെറോസൈനൈഡ് Fe4 FeCN6 thrice. ഫെറിക് ഫെറോസൈനൈഡ് എന്നുള്ള കോംപ്ലക്സ് ഉണ്ടാക്കും. ആ കോംപ്ലക്സിൻ്റെ കളറാണ് പ്രഷ്യൻ ബ്ലൂ. പ്രഷ്യൻ ബ്ലൂ കളറാണ് നിനക്കെന്നറിയാം പ്രസൻസ് ഓഫ് നൈട്രജൻ. തന്നിരിക്കുന്ന കോമ്പൗണ്ടിൽ നൈട്രജൻ ഉണ്ട് എന്ന് മനസ്സിലായി. 1 ml എക്സ്ട്രാക്റ്റിലേക്ക് ഫ്രഷ്ലി പ്രിപ്പയർഡ് ഫെറസ് സൾഫേറ്റ് ആഡ് ചെയ്യുക. ഇച്ചിരി ഫെറിക് ക്ലോറൈഡ് ആഡ് ചെയ്യുക. ആസിഡ് ആഡ് ചെയ്യാം. പ്രഷ്യൻ ബ്ലൂ കളർ, പ്രസൻസ് ഓഫ് നൈട്രജൻ കൺഫേംഡ്. ഓക്കെ, ഇനി നമ്മൾ ഹാലോജന ടെസ്റ്റ് ചെയ്യാൻ, ക്ലോറിൻ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ അവർ പറഞ്ഞിരിക്കുന്നത്. ലെസൈൻസ് എക്സ്ട്രാക്റ്റ് ഉപയോഗിച്ച് ക്ലോറിൻ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി 1 ml എക്സ്ട്രാക്റ്റ് എടുക്കുക. ക്ലോറിൻ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി 1 ml എക്സ്ട്രാക്റ്റിലേക്ക് നൈട്രിക് ആസിഡും സിൽവർ നൈട്രേറ്റും സിൽവർ നൈട്രേറ്റും ആഡ് ചെയ്താൽ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്താൽ അവിടെ ക്ലോറിൻ ഉണ്ട്. ഓഫ് വൈറ്റ് ആണെങ്കിൽ ബ്രോമിൻ ഉണ്ട്. യെല്ലോ ആണെങ്കിൽ അയോഡിൻ ഉണ്ട്. വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്താൽ ക്ലോറിൻ ഉണ്ട്. ഓഫ് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്താൽ ബ്രോമിൻ ഉണ്ട്. യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആണ് ഫോം ചെയ്തെങ്കിൽ അയോഡിൻ ഉണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ വൈറ്റ് ആണ് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് വിച്ച് ഈസ് സോല്യബിൾ ഇൻ അമോണിയം ഹൈഡ്രോക്സൈഡ്. അതിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റാണ്. വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്താൽ ക്ലോറിൻ ഉണ്ടെന്ന് ഉറപ്പിക്കാൻ വരട്ടെ, ആ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കംപ്ലീറ്റ് ആയിട്ട് അമോണിയം ഹൈഡ്രോക്സൈഡിൽ സോല്യബിൾ ആവുന്നുണ്ടോ എന്ന് നോക്കിയാൽ, സോല്യബിൾ ആവുന്നുണ്ടെങ്കിൽ നിനക്ക് എന്താ പറയുക, ക്ലോറിൻ ഉണ്ട്. പാർഷ്യലി സോല്യബിൾ ആണെങ്കിൽ അത് ബ്രോമിൻ ആണ്. യെല്ലോ ആണെങ്കിൽ അത് അയോഡിൻ ആണ്. ഓക്കെ, അപ്പോൾ ടെസ്റ്റ് ഫോർ നൈട്രജനും ടെസ്റ്റ് ഫോർ ക്ലോറിനും കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് 2010 മാർച്ചിലെ ക്വസ്റ്റ്യൻ ആണ്. ദ ബോണ്ട് ലൈൻ റെപ്രസെൻറ്റേഷൻ ഓഫ് സൈക്ലോപ്രോപ്പെയിൻ ഈസ് എന്ന് പറഞ്ഞാൽ അവർ തന്നിട്ടുണ്ട്. ദ ബോണ്ട് ലൈൻ നൊട്ടേഷൻ ഓഫ് സൈക്ലോപ്രോപ്പെയിൻ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ബോണ്ട് ലൈൻ നൊട്ടേഷൻ അവർ തന്നിട്ടുണ്ട്. സൈക്ലോപ്രോപ്പെയിൻ്റെ ബോണ്ട് ലൈൻ നൊട്ടേഷൻ അവർ തന്നിട്ടുണ്ട്. ദ ബോണ്ട് ലൈൻ നൊട്ടേഷൻ ഓഫ് സൈക്ലോപ്രോപ്പെയിൻ ഈസ്, റൈറ്റ് ദി ബോണ്ട് ലൈൻ സ്ട്രക്ചർ ഓഫ് 3 കോമ്പൗണ്ട് ബോണ്ട് ലൈൻ സ്ട്രക്ചർ പറഞ്ഞിരിക്കുക. ഒന്നാമത്തത് സൈക്ലോഹെക്സെയിൻ. സൈക്ലോഹെക്സെയിൻ സിമ്പിൾ അല്ലേ, സൈക്ലോഹെക്സെയിൻ 6 കാർബൺ, റൈറ്റ്.
ഇതാണ് ബോണ്ട് ലൈൻ നൊട്ടേഷൻ ഓഫ് സൈക്ലോഹെക്സെയിൻ. രണ്ടാമത് 2-bromobutane. 2-bromobutane. രണ്ടാമത് തന്നിരിക്കുന്നത് 2-bromobutane ബോണ്ട് ലൈൻ നൊട്ടേഷൻ 1 2 3 4 1 2 3 4 4 മതി, സോറി, 1 2 3 4 കാർബൺ, റൈറ്റ്. 2-bromobutane എവിടെ കൊടുത്താലും മതി, എങ്ങോട്ടായാലും കുഴപ്പമില്ല. 1 2 3 4 അത് എവിടെ കൊടുത്താലും കുഴപ്പമില്ല. ഇവിടെയും കൊടുക്കാം ബ്രോമിൻ, ഇവിടെയും കൊടുക്കാം, എവിടെ നിന്ന് കൊടുത്താലും 2-bromobutane, റൈറ്റ്. നെക്സ്റ്റ് തന്നിരിക്കുന്നത് ഒരു ഫോമുല തന്നിട്ട് അതിൻ്റെ ബോണ്ട് ലൈൻ നൊട്ടേഷൻ ഏതാ പറഞ്ഞിരിക്കുന്നത്? CH3 CH OH CH2 CHBr CH3. എത്ര കാർബൺ ഉണ്ട്? 1 2 3 4 5. 1 2 3 4 5, റൈറ്റ്. 5 കാർബൺ. 2 OH, 4 ബ്രോമിൻ, റൈറ്റ്. സിമ്പിൾ. അതായത് ബോണ്ട് ലൈൻ നൊട്ടേഷൻ എഴുതാൻ പറഞ്ഞിരിക്കുക. 3 കോമ്പൗണ്ട് ബോണ്ട് ലൈൻ നൊട്ടേഷൻ. ഒന്നാമത് സൈക്ലോഹെക്സെയിൻ, റൈറ്റ്. 2 2-bromobutane. ഇത് ഓരോ പോയിന്റ് ഓരോ കാർബണാണ്. 1 രണ്ടാമത്തെ കാർബൺ, 3ാമത്തെ കാർബൺ, 4ാമത്തെ കാർബൺ, റൈറ്റ്. രണ്ടാമത്തെ പൊസിഷനിൽ ബ്രോമിൻ. ഇവിടെ 1 2 3 4 5 ഇതിൻ്റെ ബോണ്ട് ലൈൻ നൊട്ടേഷൻ 1 2 3 4 5. രണ്ടാമത്തെ പൊസിഷനിൽ OH കൊടുത്തു, 4ാമത്തെ പൊസിഷനിൽ ആരെയും കൊടുത്തു? ബ്രോമിനെയും കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അതേ വർഷം തന്നെയുള്ള അതിലൊരു സെക്കൻഡ് പാർട്ടാണ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ആ വർഷം 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് ക്വസ്റ്റ്യൻ. The IUPAC name of an organic compound is derived by identifying the functional group and parent hydrocarbon chain. അതൊരു വേർഡ് തന്നിരിക്കുകയാണ്. റൈറ്റ് ദി IUPAC നെയിം ഓഫ് ദി ഫോളോയിങ് കോമ്പൗണ്ട്സ്. 2 കോമ്പൗണ്ട് തന്നിട്ട് അതിൻ്റെ IUPAC നെയിം ഏതാ പറഞ്ഞിരിക്കുകയാണ്. ഇതാണ് കോമ്പൗണ്ട്. CH3 CH CH3 CH3 CH2 CH CH3 CH3. ഒന്നാമത്തെ കോമ്പൗണ്ട് ഇതാ. റൈറ്റ് ദി IUPAC നെയിം ഓഫ് ദി ഫോളോയിങ് കോമ്പൗണ്ട്സ്. രണ്ടാമത്തത് CH3 CH ഡബിൾ ബോണ്ട് CH CH2 CH2 COH. നോക്കാം നമ്മളല്ലേ. ഈ 2 കോമ്പൗണ്ടിൻ്റെ IUPAC നെയിം ഏതാ പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ രണ്ടാമത്തെ പൊസിഷനിൽ മീഥൈൽ തന്നെ ഉള്ളത്. ഈ ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് കൗണ്ട് ചെയ്യുന്നതിനും രണ്ടാമത്തെ പൊസിഷനിൽ എന്താണുള്ളത്? മീഥൈലാണുള്ളത്. ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് കൗണ്ട് ചെയ്തതിനും രണ്ടാമത്തെ പൊസിഷനിൽ മീഥൈലാണ്. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് വരുന്നതിനും രണ്ടാമത്തെ പൊസിഷൻ എന്താ? മീഥൈലാണ്. പക്ഷേ ഏത് നമ്പറിങ് സെലക്ട് ചെയ്യണമെന്ന് ചോദിക്കുന്നതിനും ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് പോകുന്ന സമയത്ത് സെക്കൻഡ് പൊസിഷനിൽ 2 മീഥൈലുണ്ട്, റൈറ്റ്. ഓക്കെ, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് വരുന്ന സമയത്ത് സെക്കൻഡ് പൊസിഷനിൽ എത്ര മീഥൈലുള്ളൂ? 1 മീഥൈലുള്ളൂ. അപ്പം നീ ഏതാ സെലക്ട് ചെയ്യുക? ഇതാ സെലക്ട് ചെയ്യുക. 1 2 3 4 5. ക്വസ്റ്റ്യൻ റൈറ്റ് ദി IUPAC നെയിം ഓഫ് ദി ഫോളോയിങ് കോമ്പൗണ്ട്സ്. അതിൽ കുറേ വേർഡിങ് അവർ ആദ്യം കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം എങ്ങനെ പറയും? 2 മീഥൈൽ 2 മീഥൈൽ 4 മീഥൈൽ. അപ്പം എങ്ങനെ പറയാം? 2, 2, 4 2, 2, 4 ട്രൈമീഥൈൽ 2, 2, 4 ട്രൈമീഥൈൽ പെൻറ്റീൻ, റൈറ്റ്. 2, 2, 4 ട്രൈമീഥൈൽ പെൻറ്റീൻ. ഓക്കെ, അടുത്തത് ആസിഡാണ്. ഇത് ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്. ഫങ്ഷണൽ ഗ്രൂപ്പ് അതും ടെർമിനൽ ഫങ്ഷണൽ ഗ്രൂപ്പാണ്. കാർബണുള്ള ഫങ്ഷണൽ ഗ്രൂപ്പാണ്. ഒരു കോമ്പൗണ്ടിൽ കാർബണുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നാൽ നീ എന്താ ചെയ്യേണ്ടത്? കാർബൺ 1 കിട്ടണം. 1 പറ. 1 2 3 4 5 6. എന്താ വരിക? ഹെക്സ്. എത്ര കാർബണാ? മൊത്തം 6 കാർബൺ. ഹെക്സ് 4
ഈൻ, റൈറ്റ്? ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ എടുക്കുക. ഹെക്സ് എത്ര കാർബണാ? 6 കാർബൺ. 1 2 3 4 5 6 6 കാർബൺ അതുകൊണ്ട് ഹെക്സ് കൊടുത്തു. 4ാം പൊസിഷനിൽ ഈൻ. ടെർമിനൽ ഫംഗ്ഷൻ കാർബൺ എന്ന് പറഞ്ഞാൽ കാർബണിലുള്ള ഫംഗ്ഷൻ ഗ്രൂപ്പ് വന്നാൽ എപ്പോഴും നമ്പർ ചെയ്യുന്ന സമയത്ത് ആ കാർബൺ 1 കിട്ടുന്ന രീതിയിൽ വേണം നമ്പർ ചെയ്യാൻ. ഹെക്സ് 4 ഈൻ ഒയിക് ആസിഡ്. ഇവിടെ ഓയിൽ സ്റ്റാർട്ട് ചെയ്ത് ഈ ഡ്രോപ്പ് ചെയ്യണം. ഇവിടെ ഓയിൽ സ്റ്റാർട്ട് ചെയ്താൽ നമ്മൾ ഈ ഡ്രോപ്പ് ചെയ്യണം. സെക്കൻഡറി സഫിക്സ് എ ഇ ഐ ഒ യു ഓർ വൈ ആണെങ്കിൽ ഡ്രോപ്പ് ഇ ഫ്രം പ്രൈമറി സഫിക്സ്. ദ നെയിം ഈസ് ഹെക്സ് 4 ഇൻ ഒയിക് ആസിഡ്, റൈറ്റ്? അപ്പോൾ IUPAC നെയിം ക്ലിയർ ആയില്ലേ? ആ 2 കോമ്പൗണ്ട് IUPAC നെയിം ചെയ്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത് നോക്കണേ. അതിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, ഒരു പാർട്ട് കൂടി ഉണ്ട്. അതേ വർഷം തന്നെ ഒരു പാർട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്നത് ഗീവ് ദ സ്ട്രക്ചർ ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്. 3-ethyl 4,4-dimethyl heptane. ഒന്നാമത്തത്. രണ്ടാമത് 6-methyl octane. 6-methyl octane 3-ol. 2 കോമ്പൗണ്ട് തന്നിട്ട് അതിൻ്റെ സ്ട്രക്ചർ എഴുതാൻ പറഞ്ഞിരിക്കുക. 2 കോമ്പൗണ്ട് ഇവിടെ തന്നിട്ടുണ്ട്, അതിനെ സ്ട്രക്ചർ എഴുതാൻ പറഞ്ഞിരിക്കുക. മൊത്തം എത്ര കാർബൺ? ഹെപ്റ്റ്. അപ്പോൾ 7 കാർബൺ. 7 എഴുതി. ക്ലിയർ അല്ലേ? ഇതാ കാരണം ഹെപ്റ്റൈൻ എന്നാണ് പറഞ്ഞത്. സോ എന്ത് എഴുതി? 1 2 3 4 5 6 7 കാർബൺ എഴുതി. ഇനി പറഞ്ഞിരിക്കുന്നത് 3-ethyl 4,4-dimethyl. 3-ethyl, റൈറ്റ്? 4,4-dimethyl. 1 2 3 3-ൽ ഈഥൈൽ 2 കാർബണുള്ള ബ്രാഞ്ച്, 4-ൽ 2 മീഥൈൽ. അല്ലെങ്കിൽ ഇവിടുന്ന് കൗണ്ട് ചെയ്യുക 1 2 3. ഇവിടെ ഈഥൈൽ കൊടുക്കുക, ഇവിടെ 2 മീഥൈലും കൊടുക്കുക. എന്തായാലും കുഴപ്പമില്ല. ഓക്കെ, എങ്ങനെ കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ 3-ethyl 4,4-dimethyl heptane. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത് 6-methyl octane 3-ol. 4 5 6 7 8 2 4 6 8. ക്ലിയർ അല്ലേ? 6-methyl octane 3-ol. 3-ol 3-ol എത്രയില്ല? 6-methyl 1 2 3 4 5 6 6-ൽ methyl. 6-methyl octane 3-ol. octa means 8 കാർബൺ. 3-ൽ ഓൾ എന്ന് പറഞ്ഞാൽ OH ഗ്രൂപ്പ്. 3-ൽ OH ഗ്രൂപ്പ് കൊടുത്തു. 6-ൽ മീഥൈൽ, ഒരു കാർബണുള്ള ബ്രാഞ്ച്. അതാണല്ലേ മീഥൈൽ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകണേ. What is the type of hybridization of carbon atom in CH3+? Also predict the shape. What is the type of hybridization present in CH3+ എന്നാണ് വയ്ക്കുന്നത്. CH3+ലെ hybridization predict ചെയ്യാൻ പറഞ്ഞിരിക്കുക. And also predict the shape. അതിൻ്റെ ഷേപ്പ് predict ചെയ്യാൻ പറഞ്ഞിരിക്കുക. CH3+ൽ കാർബൺ ചുറ്റും എത്ര ബോണ്ടാണുള്ളത്? ഒരു കാർബൺ ചുറ്റും 2 ബോണ്ടാണ്, 2 സിഗ്മ ബോണ്ടാണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ sp. ഒരു കാർബൺ ചുറ്റും 3 സിഗ്മ ബോണ്ടാണെങ്കിൽ sp2. ഒരു കാർബൺ ചുറ്റും 4 സിഗ്മ ബോണ്ടാണെങ്കിൽ sp3. കാർബണിൻ്റെ വാലൻസി 4 ആണെന്ന് അറിയാലോ. മാക്സിമം എത്ര സിഗ്മ ബോണ്ടേ ഉണ്ടാവുള്ളൂ? 4 സിഗ്മ ബോണ്ടേ ഉണ്ടാവുള്ളൂ. ക്ലിയർ അല്ലേ? അത് അറിയാൻ ഒറ്റ കാര്യം കൂടി ഓർമ്മിക്കുക. ഡബിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ 1 സിഗ്മയും 1 പൈയും. ട്രിപ്പിൾ എന്ന് പറഞ്ഞാൽ 1 സിഗ്മയും 2 പൈയും. അത് മനസ്സിലുണ്ടാവണം. അപ്പോൾ ഒരു കാർബൺ ചുറ്റും എത്ര സിഗ്മ ബോണ്ടാണുള്ളത്? ഈ കാർബൺ ചുറ്റും 3 സിഗ്മ ബോണ്ടാണുള്ളത്. സോ ഹൈബ്രിഡൈസേഷൻ ഈസ് sp2. ഈ കാർബൺ ചുറ്റും 3 സിഗ്മ ബോണ്ടാണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ sp2. ക്ലിയർ? ഹൈബ്രിഡൈസേഷൻ ഈസ് sp2. sp2 3 ബോണ്ട് പെയർ ആണ്. ഒരു കാർബണിന് ചുറ്റും 3 ബോണ്ട് പെയർ ആണെങ്കിൽ ഷേപ്പ് ഈസ് ട്രൈഗോണൽ പ്ലെയിൻ ആണ്.
ഒരു കാർബൺ വെച്ചിട്ട് 3 സിഗ്മ ബോണ്ട് ആണെങ്കിൽ ഷേപ്പ് ഈസ് ട്രൈഗോണൽ പ്ലാനാർ. ഷേപ്പ് എന്താ? ട്രൈഗോണൽ പ്ലാനാർ ആണ്. ക്ലിയർ? ഓക്കെ. അപ്പോൾ നോക്കുക നെക്സ്റ്റ്. ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞല്ലോ. നെക്സ്റ്റ് നെയിം ദ ടൈപ്പ് ഓഫ് ബോണ്ട് ഫിഷൻ റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഫ്രീ റാഡിക്കൽസ്. ഏത് ടൈപ്പ് ഫിഷനിലാണ് ഫ്രീ റാഡിക്കൽ ഉണ്ടാവുക എന്നുള്ള? 2 ടൈപ്പ് ബോണ്ട് ബ്രേക്കിംഗ് ആണുള്ളത്. ഏത് ടൈപ്പ് ഫിഷനിലാണ് ഫ്രീ റാഡിക്കൽ ഫോം ചെയ്യുക എന്നുള്ളത് വെച്ചത്? നെയിം ദ ടൈപ്പ് ഓഫ് ഫിഷൻ. ഏത് ടൈപ്പ് ഫിഷനാണ് ഫ്രീ റാഡിക്കൽ ഉണ്ടാവുക? ഒരു കാർബണിൻ്റെ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ 2 ടൈപ്പ് ബോണ്ട് ബ്രേക്കിംഗ് ആണുള്ളത്. ഹോമോലിറ്റിക് ഫിഷനും ഹെട്രോലിറ്റിക് ഫിഷനും. എന്താണ് ഹോമോലിറ്റിക് ഫിഷൻ നോക്കാം. CH3 ഈ ബോണ്ട് എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോൺസ് അല്ലേ? ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഓരോ കാർബൺ ആറ്റത്തിനും ഓരോ ഇലക്ട്രോൺ വീതം കിട്ടുന്ന രീതിയിൽ ബോണ്ട് ബ്രേക്ക് ചെയ്യും. ഇതിനെ വിളിക്കുന്ന പേരാണ് ഹോമോലിറ്റിക് ഫിഷൻ. ഇത് സൺലൈറ്റിൻ്റെയോ UV ലൈറ്റിൻ്റെയോ പ്രസൻസിലാണ് സാധാരണ നടക്കുക. ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഓരോ ആറ്റത്തിനും ഓരോ ഇലക്ട്രോൺസ് കിട്ടുന്ന രീതിയിൽ ബോണ്ടങ്ങ് ബ്രേക്ക് ചെയ്യാം. ഇതിനെ വിളിക്കുന്ന പേരാണ് ഹോമോലിറ്റിക് ഫിഷൻ. ഹോമോലിറ്റിക് ഫിഷൻ്റെ പ്രോഡക്റ്റാണ് ഫ്രീ റാഡിക്കൽസ്. ഹോമോലിറ്റിക് ഫിഷൻ്റെ പ്രോഡക്റ്റ് ഏതാ? ഫ്രീ റാഡിക്കൽസ്. അപ്പോൾ ഫ്രീ റാഡിക്കൽ ഉണ്ടാവുന്ന ടൈപ്പ് ഓഫ് ഫിഷൻ ഏതാണെന്നാണ് ചോദിച്ചത്. ടൈപ്പ് ഓഫ് ബോണ്ട് ബ്രേക്കിംഗ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ്സ് ഹോമോലിറ്റിക് ഫിഷൻ. ഇനി ഹെട്രോലിറ്റിക് ഫിഷൻ ഉണ്ട്. നമ്മളെ ഈ ക്വസ്റ്റിന് ബാധകമല്ല. ഹെട്രോലിറ്റിക് ഫിഷൻ എന്ന് പറഞ്ഞാൽ അൺസിമെട്രിക്കൽ ക്ലീവേജ് ആണ്. ഒന്നുമില്ല, ഒരു ബോണ്ടിലെ 2 ഇലക്ട്രോണും ഇലക്ട്രോൺ നെഗറ്റീവ് എലമെന്റും എടുക്കും. ഇവിടെ അങ്ങനെയല്ല. ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഓരോ ആറ്റത്തിനും ഓരോ ഇലക്ട്രോൺസ് വീതം കിട്ടും. മിഡിലൂടെ കറക്റ്റായിട്ട് മിഡിലൂടെ ക്ലീവ് ചെയ്യും. ഇയാൾക്കൊരു ഇലക്ട്രോൺ, ഇയാൾക്കൊരു ഇലക്ട്രോൺ. ഇതിനെ വിളിക്കുന്ന പേരാണ് ഹോമോലിറ്റിക് ഫിഷൻ. ഇത് ഹെട്രോലിറ്റിക് ആണ്. ആരാണോ ഇലക്ട്രോൺ നെഗറ്റീവ് എലമെന്റ് അയാളും എടുക്കും 2 ഇലക്ട്രോൺ. ഒരാൾ പോസിറ്റീവും മറ്റേ എന്തായി മാറും? നെഗറ്റീവായി മാറും. ഇതിനെ വിളിക്കുന്ന പേരാണ് ഹെട്രോലിറ്റിക് ഫിഷൻ. സിമ്മട്രിക്കൽ ക്ലീവേജ് ഓഫ് കോവലന്റ് ബോണ്ടിനെ ഹോമോലിറ്റിക് ഫിഷൻ എന്നും അൺസിമെട്രിക്കൽ ക്ലീവേജ് ഓഫ് കോവലന്റ് ബോണ്ടിനെ ഹെട്രോലിറ്റിക് എന്നും വിളിക്കും. ഹോമോലിറ്റിക് ഫിഷൻ വഴി ഉണ്ടാവുന്ന ഇന്റർമീഡിയറ്റുകളാണ് ഫ്രീ റാഡിക്കൽ. ഫ്രീ റാഡിക്കൽ ഇവരെ വിളിക്കുക ഫ്രീ റാഡിക്കൽ. ഫ്രീ റാഡിക്കൽ എന്ന് വിളിക്കും. റാഡിക്കൽ. ഇതിൽ ഇലക്ട്രോൺ നെഗറ്റീവ് എലമെന്റ് ക്ലോറിനാണ്. അപ്പോൾ ക്ലോറിൻ അങ്ങ് എടുക്കുക ചെയ്യുന്ന ഇലക്ട്രോണാണ്. ഇവിടെ നോക്കിയേ, തിരിച്ച് ഇത് മെഗ്നീഷ്യം മെറ്റൽ ആയതുകൊണ്ട് മെഗ്നീഷ്യം മെറ്റലാണ്. മെറ്റൽസ് ആർ ഇലക്ട്രോ പോസിറ്റീവ് എലമെന്റ്സ്. അവർ ഇലക്ട്രോൺ ലൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺ നെഗറ്റീവ് എലമെന്റ് കാർബൺ ആണ്. അപ്പോൾ കാർബൺ വാങ്ങണം. ആരാണോ ഇലക്ട്രോൺ നെഗറ്റീവ് എലമെന്റ് അയാൾ വാങ്ങണം. CH3- MgBr+. ഇത് രണ്ടും ഹെട്രോലിറ്റിക് ഫിഷൻ ആണ്. അൺസിമെട്രിക്കൽ ക്ലീവേജ് ഓഫ് കോവലന്റ് ബോണ്ടിനെ വിളിക്കുന്ന പേരാണ് ഹെട്രോലിറ്റിക് ഫിഷൻ. ഹെട്രോലിറ്റിക് ഫിഷന്റെ പ്രോഡക്റ്റ് ആണ് കാർബോകാറ്റയോൺ ആൻഡ് കാർബാനയോൺ. കാർബോകാറ്റയോണും കാർബാനയോണും. കാർബൺ കാരിങ് പോസിറ്റീവ് ചാർജിനെ കാർബോകാറ്റയോൺ എന്നും കാർബൺ കാരിങ് നെഗറ്റീവ് ചാർജിനെ കാർബാനയോൺ എന്നും വിളിക്കാം. അപ്പോൾ ഹോമോലിറ്റിക് ഫിഷന്റെ പ്രോഡക്റ്റ് ഫ്രീ റാഡിക്കൽ ആണെങ്കിൽ ഹെട്രോലിറ്റിക് ഫിഷന്റെ പ്രോഡക്റ്റ് കാർബോകാറ്റയോൺ ആൻഡ് കാർബാനയോൺ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ കഴിഞ്ഞല്ലോ. ഏത് ടൈപ്പ് ഫിഷൻ ആണ് ഹോമോലിറ്റിക് ഫ്രീ റാഡിക്കൽ ഉണ്ടാവുന്നത്? ഏത് ടൈപ്പ് ഫിഷൻ ആണെന്നാണ് ചോദിച്ചത്? ഹോമോലിറ്റിക് ഫിഷൻ. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കണം. അതിൽ തന്നെ അതൊരു സെക്ഷൻ കഴിഞ്ഞു. അടുത്ത സെക്ഷനാണ് വിച്ച് ടൈപ്പ് ഓഫ് ലിക്വിഡ് ക്യാൻ ബി പ്യൂരിഫൈഡ് യൂസിങ് ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ. ഏത് ടൈപ്പ് ലിക്വിഡാണ് ഡിസ്റ്റിലേഷൻ ആൻഡ് പ്യൂരിഫൈ ചെയ്യാൻ ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ ഉപയോഗിക്കാം? ഏത് ടൈപ്പ് ലിക്വിഡാണ്? ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ. ചില സബ്സ്റ്റൻസ് അതിനെ ബോയിലിംഗ് പോയിന്റിൽ ഡീകമ്പോസ് ചെയ്യും. അതിനെ ബോയിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഡീകമ്പോസ് ചെയ്ത് പോകും. എനിക്കൊരു എ എന്ന് പറഞ്ഞ ലിക്വിഡിനെ പ്യൂരിഫൈ ചെയ്യണം. പക്ഷെ അതിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനെ വേപ്പറാക്കാൻ പറ്റും. ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനെ വേപ്പറാക്കാൻ പറ്റും. പക്ഷെ എന്താ പ്രശ്നം? ഈ എയുടെ ബോയിലിംഗ് പോയിന്റ് വരെ ചൂടാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എ ഡീകമ്പോസ് ചെയ്യും. പക്ഷെ എനിക്ക് എ പ്യൂരിഫൈ ചെയ്ത് കിട്ടണ്ടേ? എ കിട്ടൂല ആ സമയത്ത്. അപ്പോൾ ഒരേ ഒരു മാർഗം ഞാൻ എന്ത് ചെയ്യും? എയുടെ ബോയിലിംഗ് പോയിന്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. അതിന് സറൗണ്ടിങ്സിലെ പ്രഷർ കുറയ്ക്കും. അതാണ് ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ.
ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ. അപ്പോൾ ഏത് ടൈപ്പ് സബ്സ്റ്റൻസിനാണ് ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ നിങ്ങൾ ഉപയോഗിക്കുക? സം ലിക്വിഡ് മേ ഡീകമ്പോസ് അറ്റ് ഇറ്റ്സ് ബോയിലിംഗ് പോയിന്റ്. സോ ഇറ്റ് ക്യാൻ ബി ഡൺ ബൈ റെഡ്യൂസിങ് പ്രഷർ. അവിടെ എന്ത് ചെയ്യുക? പുറത്തുള്ള പ്രഷർ കുറച്ചുകൊണ്ട് അതിൻ്റെ ബോയിലിംഗ് പോയിന്റ് കുറച്ച് ഡിസ്റ്റിൽ ചെയ്യും. ഓക്കെ, ഇതാണ് ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ. അവർ ചോദിച്ചാൽ ഏത് ടൈപ്പ് ലിക്വിഡിനാണ് ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ എന്ന് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഏത് ടൈപ്പ് ലിക്വിഡിനാണ് ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ നമ്മൾ ഉപയോഗിക്കുക? അതായത് ബോയിലിംഗ് പോയിന്റിൽ സബ്സ്റ്റൻസ് ഡീകമ്പോസ് ചെയ്ത് പോകും. ആ ഡീകമ്പോസ് പോകുന്ന അത്തരം സബ്സ്റ്റൻസിന് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തഡാണ് ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ. അടുത്ത ക്വസ്റ്റ്യൻ, അതിൽ തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ലെസൈൻസ് ടെസ്റ്റ് ഫോർ ഹാലജൻ the precipitate formed is. ലെസൈൻസ് ടെസ്റ്റിൽ എന്ത് precipitate ആണ്? ഹാലോജൻ ഉണ്ടാകുന്ന precipitate ഫോർമുല എന്താണ്? ഹാലോജൻ എങ്ങനെയാണ് precipitate ചെയ്യാം? ഞാൻ ആ ഹാലോജനെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞല്ലോ. 1 ml ലെസൈൻസ് എക്സ്ട്രാക്റ്റ് എടുത്തിട്ട് അതിലേക്ക് നൈട്രിക് ആസിഡും സിൽവർ നൈട്രേറ്റും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 ml എക്സ്ട്രാക്റ്റ് എടുത്തിട്ട് അതിലേക്ക് നൈട്രിക് ആസിഡും സിൽവർ നൈട്രേറ്റും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ഫോം ചെയ്യും? അത് AgCl ആയിട്ട് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവും. ആ വൈറ്റ് പ്രസിപ്പിറ്റേറ്റിൻ്റെ ഫോമിലാണ് AgCl, വിച്ച് ഈസ് സോലുബിൾ ഇൻ അമോണിയം ഹൈഡ്രോക്സൈഡ്, വിച്ച് ഈസ് കംപ്ലീറ്റ്ലി സോലുബിൾ ഇൻ അമോണിയം ഹൈഡ്രോക്സൈഡ്. അത് എന്തിൽ സോലുബിൾ ആവും? അമോണിയം ഹൈഡ്രോക്സൈഡിൽ സോലുബിൾ ആവും. അപ്പോൾ ഹാലോജനെ ടെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ ഉപയോഗിക്കുന്നത് 1 ml എക്സ്ട്രാക്റ്റ് ഈസ് ടേക്കൺ ഇൻ എ ടെസ്റ്റ് ട്യൂബ്, ആഡ് നൈട്രിക് ആസിഡ് ആൻഡ് സിൽവർ നൈട്രേറ്റ്, white precipitate chlorine, off-white bromine, yellow iodine, white precipitate which is completely soluble in ammonium hydroxide, off-white which is partially soluble in ammonium hydroxide, and yellow which is insoluble in ammonium hydroxide. Right? അപ്പോൾ ക്വസ്റ്റ്യൻ അത് കഴിഞ്ഞു. നെക്സ്റ്റ് അതിൽ തന്നെയുള്ള മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ വാട്ട് ഫോം ഇറ്റ്സ് നൈട്രജൻ എസ്റ്റിമേറ്റഡ് ഇൻ ഡ്യൂമാസ് മെത്തേഡ്? സിമ്പിളായിട്ട് പറഞ്ഞാൽ ഡ്യൂമാസ് മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യാൻ. എന്താ ഡ്യൂമാസ് മെത്തേഡ്? നൈട്രജനെ എസ്റ്റിമേറ്റ് ചെയ്യാനുള്ള 2 മെത്തേഡാണ് ഡ്യൂമാസും ജെൽഡാസും. എപ്പോഴും ക്വസ്റ്റൻ ആട്ടോ. ഡ്യൂമാസ് മെത്തേഡും ജെൽഡാസ് മെത്തേഡും എപ്പോഴും ക്വസ്റ്റൻ ആണ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്ഥിരമായിട്ട് ചോദിക്കുന്ന 2 മെത്തേഡാണ് ഡ്യൂമാസ് മെത്തേഡും ജെൽഡാസ് മെത്തേഡും. നൈട്രജനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം. എന്താണ് ഡ്യൂമാസ് മെത്തേഡ് നോക്കാം. എത്ര പെർസെൻറ്റേജ് നൈട്രജൻ ഉണ്ടെന്ന് നോക്കാൻ നിങ്ങൾ ഓർഗാനിക് കോമ്പൗണ്ട് തൂക്കിയെടുക്കുക. കറക്റ്റായിട്ട് ഒരു പർട്ടിക്കുലർ ഗ്രാം ഓർഗാനിക് കോമ്പൗണ്ട് വെയ് ചെയ്തെടുക്കുക. പ്രീവിയസ്ലി വെയ്ഡ് ഓർഗാനിക് കോമ്പൗണ്ടിലേക്ക് കുപ്രിക് ഓക്സൈഡ് ആഡ് ചെയ്യാം, എന്നിട്ട് ചൂടാക്കുക. ഇത് ഡ്യൂമാസാണ് പറയുന്നത്. ഡ്യൂമാസ് പ്രീവിയസ്ലി വെയ്ഡ് ഓർഗാനിക് കോമ്പൗണ്ട് എടുക്കുക, അതിലേക്ക് കുപ്രിക് ഓക്സൈഡ് എടുക്കുക, ഹീറ്റ് ചെയ്യാം. കാർബൺ ഡയോക്സൈഡായി മാറും, ഹൈഡ്രജൻ വാട്ടറായി മാറും, നൈട്രജൻ ഫ്രീ നൈട്രജനായി മാറും. കാർബൺ ഡയോക്സൈഡായി മാറി, ഹൈഡ്രജൻ വാട്ടറായി മാറി, നൈട്രജൻ ഫ്രീ നൈട്രജനായി മാറി. കിട്ടിയ? ഇതിൽ എത്ര പെർസെൻറ്റേജ് നൈട്രജൻ ഉണ്ടെന്ന് കാണാൻ വേണ്ടി നീ ഈ നൈട്രജൻ്റെ വോളിയം STPയിൽ മെഷർ ചെയ്യാം. എന്താ ചെയ്യുക? പ്രീവിയസ്ലി വെയ്ഡ് ഓർഗാനിക് കോമ്പൗണ്ട് എടുത്തു, കുപ്രിക് ഓക്സൈഡ് ആഡ് ചെയ്തു, കാർബൺ ഡയോക്സൈഡായി മാറി, ഹൈഡ്രജൻ വാട്ടറായി മാറി, നൈട്രജൻ ഫ്രീ നൈട്രജനായി മാറി. ഈ നൈട്രജൻ്റെ വോളിയം STPയിൽ നീ മെഷർ ചെയ്യും. STPയിൽ മെഷർ ചെയ്യും. ദെൻ പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ ഈസ് ഈക്വൽ ടു 28 divided by 22,400 into volume of N2 at STP divided by mass of organic compound into 100. ഇതാണ് ഡ്യൂമാസ്. ഈ മെത്തേഡ് വിളിക്കുന്ന പേരാണ് ഡ്യൂമാസ് മെത്തേഡ്. ഓക്കെ, പ്രീവിയസ്ലി വെയ്ഡ് ഓർഗാനിക് കോമ്പൗണ്ട് എന്ത് ചെയ്തു? കുപ്രിക് ഓക്സൈഡ് വെച്ച് ഹീറ്റ് ചെയ്തു. കാർബൺ ഡയോക്സൈഡ്, ഹൈഡ്രജൻ വാട്ടർ, നൈട്രജൻ ഫ്രീ നൈട്രജൻ്റെ വോളിയം STPയിൽ മെഷർ ചെയ്യും. STPയിൽ നൈട്രജൻ്റെ വോളിയം കിട്ടിക്കഴിഞ്ഞാൽ നൈട്രജൻ്റെ പെർസെൻറ്റേജ് കാണാൻ ഈസിയാണ്. ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. ഇനി ജെൽഡാസ് മെത്തേഡാണ്. ജെൽഡാസ് പ്രീവിയസ്ലി വെയ്ഡ് ഓർഗാനിക് കോമ്പൗണ്ട്, അവിടെയും പ്രീവിയസ്ലി വെയ്ഡ് ഓർഗാനിക് കോമ്പൗണ്ട് തന്നെ. സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുക. സൾഫ്യൂരിക് ആസിഡ്
എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ, ഒന്ന് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നൈട്രജൻ അമോണിയം സൾഫേറ്റ് ആയി മാറും. അമോണിയം സൾഫേറ്റ് NH4 ട്വൈസ് SO4 ആയി മാറി. ഇതിനെ സോഡിയം ഹൈഡ്രോക്സൈഡ് ഉപയോഗിച്ച് ഹീറ്റ് ചെയ്തപ്പം അത് സോഡിയം സൾഫേറ്റ്, മക്കൾ പറ, സോഡിയം സൾഫേറ്റും അമോണിയയും മാറും. ഇതിനെ എക്സസ് ആസിഡ് ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യാം. ഒന്നൊരു പറയാം, ഓർഗാനിക് കോമ്പൗണ്ട് എടുക്കുക, സൾഫ്യൂരിക് ആസിഡ് എടുക്കുക. അതേസമയം നൈട്രജൻ എന്തായി മാറി? നൈട്രജൻ അമോണിയം സൾഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അമോണിയം സൾഫേറ്റിലേക്ക് ഞാൻ സോഡിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്തപ്പം അത് സോഡിയം സൾഫേറ്റും അമോണിയയും മാറി. സോഡിയം സൾഫേറ്റും അമോണിയയും. ഈ ഉണ്ടായ അമോണിയയുടെ പേഴ്സൻറ്റേജ്, ഈ ഉണ്ടായത് അമോണിയ ഫോം ചെയ്തേ, ഈ അമോണിയനെ നമ്മൾ സ്റ്റാൻഡേർഡ് ആസിഡ് ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യാം. സ്റ്റാൻഡേർഡ് ആസിഡ് ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യാം. റിമൈനിങ് ആസിഡിൻ്റെ, അതായത് അമോണിയായിട്ട് ഉപയോഗിച്ച ആസിഡ്, അമോണിയും ആസിഡും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന ആസിഡിൻ്റെ സ്ട്രെങ്ത് കാണാൻ വേണ്ടി നമ്മൾ വോള്യൂമെട്രിക് ടൈട്രേഷൻ, സ്റ്റാൻഡേർഡൈസ്ഡ് ബേസ് NaOH ഉപയോഗിച്ച് ടൈട്രേറ്റ് ചെയ്യുക. എന്നാൽ പേഴ്സൻറ്റേജ് ഓഫ് നൈട്രജൻ കാണാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ഇത്ര പഠിച്ചാൽ മതി, നിങ്ങൾക്ക് ആ ലാസ്റ്റ് സെക്ഷൻ അത്രയൊക്കെ പെട്ടെന്ന് കിട്ടൂല. കാരണം 12th ചെയ്യുന്നൊരു പ്രോസസ്സാണ് ടൈട്രേഷൻ. 12th പ്രാക്ടിക്കൽ കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് ടൈട്രേഷൻ മെത്തേഡ് ഉണ്ട്. അത് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവില്ല. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കുക? നൈട്രജൻ അമോണിയം സൾഫേറ്റ് ആക്കിയിട്ട് അതിനെ സോഡിയം ഹൈഡ്രോക്സൈഡ് വെച്ച് ട്രീറ്റ് ചെയ്തപ്പം അത് സോഡിയം സൾഫേറ്റും അമോണിയയും മാറി. സ്ട്രെങ്ത് ഓഫ് അമോണിയ ക്യാൻ ബി മെഷേർഡ് ബൈ വോളിമെട്രിക് ടൈട്രേഷൻ. അങ്ങനെ എഴുതാം. സ്ട്രെങ്ത് ഓഫ് അമോണിയ ക്യാൻ ബി മെഷേർഡ് ബൈ വോളിമെട്രിക് ടൈട്രേഷൻ എന്ന് എഴുതുക. ദെൻ പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ ഈസ് ഈക്വൽ ടു പെർസെൻറ്റേജ് ഓഫ് N2 ഈസ് ഈക്വൽ ടു 1.4 ഇൻറ്റു നോർമാലിറ്റി ഓഫ് ആസിഡ്. ചിലപ്പോൾ ആ പ്രോബ്ലത്തിൽ മൊളാരിറ്റി അവർ തരിക. മൊളാരിറ്റി ഇൻറ്റു വാലൻസിയാണ് നോർമാലിറ്റി. മൊളാരിറ്റിയെ വാലൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതാണ് നോർമാലിറ്റി. 1.4 ഇൻറ്റു നോർമാലിറ്റി ഓഫ് ആസിഡ് ഇൻറ്റു വോളിയം ഓഫ് ആസിഡ്, വോളിയം ഓഫ് ആസിഡ് ഡിവൈഡ് ബൈ മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. അവിടെ 100 ഒന്നുമില്ല കേട്ടോ, 100 ഒക്കെ കട്ട് ചെയ്ത് പോയി. Percentage of nitrogen is equal to 1.4 into normality into volume of acid divided by mass of organic compound, right? അതങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ കിട്ടും. പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ ഇത് ജൽഡാസ്. എന്താ മെത്തേഡ് പറയാം? ജൽഡാസ്. അങ്ങനെ 2 മെത്തേഡാണ് എസ്റ്റിമേറ്റ് ചെയ്യാനുള്ളത്, ഡ്യൂമാസും ജൽഡാസും. അപ്പോൾ അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ആ സെക്ഷനിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 3 പ്രാക്ടിക്കൽ കെമിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ അവർ ചോദിച്ചിരിക്കുന്നത്, നിങ്ങൾ ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ ഏത് ലിക്വിഡിനാണ് ഉപയോഗിക്കുക? എന്ത് ചെയ്യുക? ബോയിലിംഗ് പോയിന്റിൽ ഡീകമ്പോസ് ചെയ്യുന്ന ലിക്വിഡിനാണ് ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ നമ്മൾ ഉപയോഗിക്കാറ്. പിന്നെ അവർ ചോദിച്ചത് ക്ലോറിൻ എങ്ങനെയാണ് പ്രെസിപിറ്റേറ്റ് ചെയ്യുക എന്നുള്ള. ക്ലോറിൻ ഈസ് പ്രെസിപിറ്റേറ്റഡ് ആസ് AgCl. പിന്നെ ഡ്യൂമാസ് മെത്തേഡ് ചോദിച്ചു. ഡ്യൂമാസും ജൽഡാസും നമ്മൾ പറഞ്ഞു. ഡ്യൂമാസ് മെത്തേഡും പറഞ്ഞു, ജൽഡാസ് മെത്തേഡും പറഞ്ഞു. ഓക്കെ, ഡു യു മീൻ ബൈ ഫോളോയിങ് ടേം? homolytic fission, heterolytic fission, nucleophile, electrophile. എന്താണ് homolytic fission and heterolytic fission? നമ്മൾ പറഞ്ഞു symmetrical cleavage of covalent bond is known as homolytic fission and unsymmetrical cleavage of covalent bond is known as heterolytic fission. Symmetrical cleavage of covalent bond വിളിക്കുന്ന പേരാണ് homolytic fission and the product of homolytic fission is free radical. Unsymmetrical cleavage of covalent bond is known as heterolytic fission. It's the intermediate is carbocation or carbanion. ഇതിലേതെങ്കിലും ഒന്നായിരിക്കും ഇന്റർമീഡിയറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞാണ്, ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇനി ന്യൂക്ലിയോഫൈലും ഇലക്ട്രോഫൈലും അതിൻ്റെ പേര് തന്നെ ഉണ്ട്. ഇലക്ട്രോഫൈൽസ് ആർ ഇലക്ട്രോൺ ലവിങ് സ്പീഷ്യസ്. അവർ ഇലക്ട്രോൺ ലവിങ് ആണ്, നെഗറ്റീവ് ലവിങ് ആണ്. സോ ദേ മേ ക്യാരി പോസിറ്റീവ് ചാർജ്. അത് H+ ആവാം, CH3+ ആവാം, NO2+ ആവാം, CH3CO+ ആവാം. ദീസ് ആർ ഇലക്ട്രോഫൈൽ. ഇലക്ട്രോഫൈൽസ് ആർ ഇലക്ട്രോൺ ലവിങ്. ഇലക്ട്രോൺ ലവിങ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ലവിങ്. സോ ദേ ക്യാരി പോസിറ്റീവ് ചാർജ്. അവർക്ക് എന്ത് ചാർജാ? പോസിറ്റീവ് ചാർജ്. അവർ ന്യൂട്രൽ ആയാലും മതി. വാലൻസ് ഷെല്ലിൽ 6 ഇലക്ട്രോൺസ് ഉള്ള 13th ഗ്രൂപ്പ് ഫോം ചെയ്യുന്ന കോമ്പൗണ്ടുകളൊക്കെ ഇലക്ട്രോഫൈലാണ്. നോക്കിക്കോ, BF3 ഒരു ഇലക്ട്രോഫൈലാണ്. ക്ലിയർ അല്ലേ? ഒരു പെയർ ഓഫ് ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയാൽ അവരെ ഇലക്ട്രോഫൈലായിട്ട് എടുക്കാം. ക്ലിയർ? They can that group of atom can accept a pair of electrons, so it's considered as an electrophile.
അത് പോസിറ്റീവ് ആവാം, ന്യൂട്രൽ ആവാം, പോസിറ്റീവ് ആവാം, ന്യൂട്രൽ ആവാം. ഇലക്ട്രോൺ ഡെഫിഷ്യൻ കോമ്പൗണ്ടാണ് BF3. It can accept a pair of electron. AlCl3, it's an electrophile. It can accept a pair of electron. ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് കൺസിഡേർഡ് ആസ് ഇലക്ട്രോഫൈൽ. അപ്പോൾ ഇലക്ട്രോഫൈലിനെ തിരിച്ചറിയാൻ നിങ്ങളുടെ ലെവൽ, ഇലക്ട്രോഫൈൽ ഒരുപാട് ലെവൽ പറയാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഇലക്ട്രോഫൈൽ പറയാനുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ബോർഡ് എക്സാം നിങ്ങൾ മനസ്സിലാക്കുക, പോസിറ്റീവ് ചാർജുള്ള സ്പീഷീസ് ഇലക്ട്രോഫൈൽ ആയിരിക്കും. അല്ലെങ്കിൽ വാലൻസ് ഷെല്ലിൽ 3 ബോണ്ട്, അതായത് 6 ഇലക്ട്രോൺ ഉള്ള മോളിക്യൂളൊക്കെ എന്തായിരിക്കും? ഇലക്ട്രോഫൈൽ ആയിരിക്കും. ഇനി ന്യൂക്ലിയോഫൈൽ, അത് ന്യൂക്ലിയസ് ലവിങ് ആണ്, പോസിറ്റീവ് ലവിങ് ആണ്. അവർക്ക് നെഗറ്റീവ് ചാർജാണ് ഉണ്ടാവുക. CN-, CN-, OH-, Br-, I-, ഇവരൊക്കെ ന്യൂക്ലിയോഫൈലാണ്. ഇനി ന്യൂട്രലായാൽ മതി. അമോണിയ സെൻട്രൽ ആറ്റത്തിൽ 8 ഇലക്ട്രോൺ, സെൻട്രൽ ആറ്റത്തിന് ചുറ്റും 2, 4, 6, 8 ഇലക്ട്രോൺ കണ്ടോ. അതിൽ അറ്റ്ലീസ്റ്റ് ഒരു ലോൺ പെയർ ഉണ്ടെങ്കിൽ അത് ന്യൂക്ലിയോഫൈൽ ആയിരിക്കും. ഒരു മോളിക്യൂളിൻ്റെ സെൻട്രൽ ആറ്റത്തിൽ 8 ഇലക്ട്രോൺ, അതിലൊന്ന് എന്തായിരിക്കണം? ലോൺ പെയർ ആണെങ്കിൽ അതെന്തായിരിക്കും? ന്യൂക്ലിയോഫൈൽ ആയിരിക്കും. ഓക്കെ, വാട്ടർ ഇറ്റ്സ് എ ന്യൂക്ലിയോഫൈൽ, റൈറ്റ്? വാട്ടർ അറ്റ്ലീസ്റ്റ് ഒരു ലോൺ പെയർ എന്ന് ഞാൻ പറഞ്ഞു, ഒന്നിൽ കൂടുതൽ ലോൺ പെയർ ഉണ്ടാവാം. അറ്റ്ലീസ്റ്റ് 1 ലോൺ പെയർ എന്നാണ് ഞാൻ പറഞ്ഞത്. സോ ഹിയർ വി ഹാവ് 2 ലോൺ പെയർസ്, ഇറ്റ്സ് എ ന്യൂക്ലിയോഫൈൽ. RNH2, ഇറ്റ്സ് എ ന്യൂക്ലിയോഫൈൽ. ഇതൊക്കെ ന്യൂക്ലിയോഫൈലിൻ്റെ കാറ്റഗറിയാണ്. സെൻട്രൽ ആറ്റത്തിൽ 8 ഇലക്ട്രോൺ, സെൻട്രൽ ആറ്റത്തിന് പറ്റും 8 ഇലക്ട്രോൺ, ഒരു ലോൺ പെയർ വന്നാൽ എന്താ? ന്യൂക്ലിയോഫൈലാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. ഹോമോലിറ്റിക് ഫിഷൻ, ഹെട്രോലിറ്റിക് ഫിഷൻ, പിന്നെ ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇലക്ട്രോഫൈൽ, ന്യൂക്ലിയോഫൈൽ. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: അറേഞ്ച് ദ ഫോളോയിങ് കാർബോകാറ്റയോൺ and carbanion in the increasing order of stability. തന്നിരിക്കുന്നതാണ്. തന്നിരിക്കുന്ന കേസ് ഇതാണ്. കാർബോകാറ്റയോണും കാർബാനോണിനെയും സ്റ്റെബിലിറ്റി ഓർഡറിൽ എഴുതാൻ പറഞ്ഞിരിക്കാം. കാർബോകാറ്റയോണിനെയും കാർബാനോണിനെയും സ്റ്റെബിലിറ്റി ഇൻക്രീസിങ് ഓർഡറിൽ എഴുതാൻ പറഞ്ഞിരിക്കാം. ഇത് വിളിക്കുക പ്രൈമറി കാർബോകാറ്റയോൺ. കാരണം പോസിറ്റീവ് ചാർജിലെ കാർബൺ ഒരു കാർബണായിട്ട് മാത്രമേ ടച്ച് ഉള്ളൂ. പോസിറ്റീവ് ചാർജിലെ കാർബൺ 3 കാർബൺ ടച്ച് ഉണ്ടെങ്കിൽ ഇറ്റ്സ് നോൺ ആസ് ടെർഷ്യറി. പോസിറ്റീവ് ചാർജിലെ കാർബൺ 2 കാർബണായിട്ട് മാത്രം ടച്ച് ഉള്ളപ്പോൾ എന്ത് വിളിച്ചു? സെക്കൻഡറി. ഇതിൽ തിയറി ഒക്കെ പറയാൻ എനിക്ക് പറ്റില്ല, ഒരുപാട് തിയറി ഉണ്ട് ഇതിന്. ഓക്കെ, അപ്പോൾ ഞാനതിൻ്റെ ആൻസർ മാത്രം പറയാം, തിയറി പറയാൻ ഇപ്പം ബുദ്ധിമുട്ടാണ്. കാരണം അത്രയും പോയിന്റുകൾ പറഞ്ഞാലേ കാർബോകാറ്റയോൺ കാർബാനോണൊക്കെ തിയറി കിട്ടും. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അത്ര മതി, നിങ്ങളെ ബോർഡ് എക്സാമിന് അത് മതി. ഇത് നോക്കിക്കോ, ഇത് പ്രൈമറി നെഗറ്റീവ് ചാർജുള്ള കാർബൺ ഒരു കാർബൺ ടച്ച്, ഇത് സെക്കൻഡറി, ഇത് ടെർഷ്യറി. ഏറ്റവും സ്റ്റേബിൾ കാർബോകാറ്റയോൺ ടെർഷ്യറി കാർബോകാറ്റയോൺ, പിന്നെ സെക്കൻഡറി, പിന്നെ പ്രൈമറി. അത് ഇൻക്രീസിങ് ഓർഡർ എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കോ, ഇൻക്രീസിങ് ഓർഡർ എഴുതാൻ. അപ്പം ലീസ്റ്റ് സ്റ്റേബിൾ പ്രൈമറി, ദെൻ സെക്കൻഡറി, ദെൻ ടെർഷ്യറി. ഏറ്റവും സ്റ്റേബിൾ ആരാ? ടെർഷ്യറി കാർബോകാറ്റയോൺ. ഏറ്റവും സ്റ്റേബിൾ കാർബോകാറ്റയോൺ ആരാ? ടെർഷ്യറി കാർബോകാറ്റയോൺ അല്ലേ? ടെർഷ്യറി കാർബോ ഏറ്റവും ലീസ്റ്റ് സ്റ്റേബിൾ പ്രൈമറി, പിന്നെ സെക്കൻഡറി, പിന്നെ ടെർഷ്യറി. ഇൻക്രീസിങ് ആ ലോ കുറവുള്ളത് ഫസ്റ്റ് എഴുതണം. ക്ലിയർ? ഇനി അവർ റീസണും കൂടി ചോദിച്ചാൽ തൽക്കാലം നീ ഇത്ര എഴുതിയേക്കുക: കാർബോകാറ്റയോൺ സ്റ്റെബിലിറ്റി, കാർബോകാറ്റയോൺ സ്റ്റെബിലിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ഹൈപ്പർ കോൺജുഗേഷൻ എന്ന് എഴുതി വെക്കുക. ഇപ്പോൾ ഉള്ള സമയം കൊണ്ട് നമുക്ക് അത്രയും പറയാനുള്ള ഒരു സമയമെല്ലാം ഇല്ല നമുക്ക്. അതുകൊണ്ടാണ് ജസ്റ്റ് എന്ത് ചെയ്യുന്നത്, ആ പോയിന്റ് മാത്രം എഴുതി വെക്കുന്നത്. കാർബോകാറ്റയോണിൻ്റെ സ്റ്റെബിലിറ്റി ഹൈപ്പർ കോൺജുഗേഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്.
ഹൈപ്പർ കോഞ്ചുഗേറ്റിംഗ് സ്ട്രക്ചേഴ്സിന് ഡയറക്ട്ലി അങ്ങനെ എഴുതി വെക്കുക. അത് മതി, ഫുൾ മാർക്ക് കിട്ടാൻ അത് മതി. കാർബോകാറ്റോൺ സ്റ്റെബിലിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഹൈപ്പർ കോഞ്ചുഗേറ്റിംഗ് സ്ട്രക്ചർ എന്ന് എഴുതിയാൽ മതി. ഇനി കാർബാനയോൺ ഏറ്റവും സ്റ്റേബിൾ പ്രൈമറി ആണ്, പിന്നെ സെക്കൻഡറി, പിന്നെ ടേഴ്സറി. അതായത് ലീസ്റ്റ് സ്റ്റേബിൾ ആരാ? ടേഴ്സറി ആണ്, പിന്നെ സെക്കൻഡറി ആണ്, പിന്നെ പ്രൈമറി. റീസൺ എഴുതുക, കാർബാനയോൺ കാർബ് ആനയോൺ സ്റ്റെബിലിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്ലസ് ഐ എഫക്റ്റ്. പ്ലസ് ഐ എഫക്റ്റും കാർബാനയോൺ സ്റ്റെബിലിറ്റിയും ഇൻവേഴ്സ് ആണ്. ടേഴ്സറിക്കാണ് ഏറ്റവും കൂടുതൽ പ്ലസ് ഐ എഫക്റ്റ് ഉള്ളത്. സോ സ്റ്റെബിലിറ്റി കുറവായിരിക്കാം ടേഴ്സറിക്കാണ്. അപ്പം അങ്ങനെ എഴുതാനേ മാറുള്ളൂ. ഓക്കെ, കംപ്ലീറ്റ് തിയറിയും പഠിപ്പിക്കാനുള്ള സമയമില്ല. അപ്പോൾ ഏതൊക്കെയാണ് പറഞ്ഞത്? കാർബോകാറ്റോണിൻ്റെയും കാർബാനോണിൻ്റെയും സ്റ്റെബിലിറ്റിയുടെ ഇൻക്രീസിംഗ് കൂടുതൽ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. കാർബോകാറ്റോൺ ഏറ്റവും സ്റ്റേബിൾ കാർബോകാറ്റോൺ ടേഴ്സറി, പിന്നെ സെക്കൻഡറി, പിന്നെ പ്രൈമറി. കാർബാനോൺ നേരെ തിരിച്ച് പ്രൈമറി, സെക്കൻഡറി, ടേഴ്സറി. റൈറ്റ്? ഓക്കെ, അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യനുകളും കൂടി നോക്കിയിട്ടുണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻ പറയാൻ പറ്റില്ലെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മെയിനായിട്ട് അതിൽ ചോദിക്കുന്നത് എന്താ? IUPAC നോമൻക്ലേച്ചർ തന്നെയാണ്. അത് നന്നായിട്ടൊന്ന് പഠിക്കുക. ഓക്കെ, ബാക്കിയുള്ളത് ഇങ്ങനെയുള്ള ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ഒന്ന് പഠിച്ചു വെക്കുക. ക്ലിയർ?